സംഖ്യാപുസ്തകം അധ്യായം 27. പുത്രിമാരുടെ അവകാശം. ജോസഫിൻ്റെ മകൻ മനാസെ, അവൻ്റെ മകൻ മാഖീർ. മാഖീർ ഗിലെയാദിൻ്റെയും ഗിലെയാദ് ഹേഫറിൻ്റെയും പിതാക്കന്മാർ. ഹേഫറിൻ്റെ മകൻ സെലോഫഹാദ്. അവൻ്റെ പുത്രിമാരായ മഹ്ല, നോവ, ഹോഗ്ല, മിൽക്ക, തിർസ എന്നിവർ മുന്നോട്ട് വന്നു. അവർ സമാഗമ കൂടാര വാതിൽക്കൽ മോശയുടെയും പുരോഹിതൻ എലയാസറിൻ്റെയും ജനപ്രമാണികളുടെയും സമൂഹം മുഴുവൻ്റെയും മുമ്പിൽ നിന്നുകൊണ്ട് പറഞ്ഞു: ഞങ്ങളുടെ പിതാവ് മരുഭൂമിയിൽ വെച്ച് മരിച്ചു. അവൻ കോറഹിനോടൊത്ത് കർത്താവിനെതിരായി ഒന്നിച്ച് അവരുടെ കൂട്ടത്തിൽ ഇല്ലായിരുന്നു. സ്വന്തം പാപം നിമിത്തമാണ് അവൻ മരിച്ചത്. അവന് പുത്രന്മാരില്ലായിരുന്നു. പുത്രനില്ലാത്തതിനാൽ ഞങ്ങളുടെ പിതാവിൻ്റെ നാമം ഇസ്രായേലിൽ നിർമൂലമായി പോകുന്നതെന്തിന്? അവൻ്റെ സഹോദരന്മാരുടെ ഇടയിൽ ഞങ്ങൾക്കും അവകാശം നൽകുക. മോശ അവരുടെ കാര്യം കർത്താവിൻ്റെ സന്നിധിയിൽ ഉണർത്തിച്ചു. കർത്താവ് മോശയോട് അരുളി ചെയ്തു: സെലോഫഹാദിൻ്റെ പുത്രിമാർ പറയുന്നത് ശരിയാണ്. അവരുടെ പിതൃ സഹോദരന്മാരുടെ ഇടയിൽ ഒരു ഓഹരി അവർക്കും നൽകണം. അങ്ങനെ അവരുടെ പിതാവിൻ്റെ അവകാശം അവർക്ക് ലഭിക്കട്ടെ. നീ ഇസ്രായേലിയരോട് ഇപ്രകാരം പറയണം: ആരെങ്കിലും പുത്രനില്ലാതെ മരിച്ചാൽ അവകാശം പുത്രിക്ക് കൊടുക്കണം. പുത്രിയുമില്ലെങ്കിൽ അവകാശം സഹോദരന്മാർക്ക് കൊടുക്കണം. സഹോദരന്മാരുമില്ലെങ്കിൽ പിതൃ സഹോദരന്മാർക്ക് കൊടുക്കണം. പിതൃ സഹോദരന്മാരുമില്ലെങ്കിൽ നിങ്ങൾ അവൻ്റെ അവകാശം അവൻ്റെ കുടുംബത്തിൽ ഏറ്റവും അടുത്ത ബന്ധുവിന് കൊടുക്കണം. കർത്താവ് മോശയ്ക്ക് നൽകിയ ഈ കൽപ്പന ഇസ്രായേൽ ജനത്തിന് നിയമവും ചട്ടവുമായിരിക്കും.